ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ അറസ്റ്റിലായ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. വാങ്ചുക്കിനെ അടിയന്തരമായി മോചിപ്പിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വാങ്ചുക്കിന്റെ തടങ്കൽ നിയമവിരുദ്ധവും ഏകപക്ഷീയവും ഭരണഘടനാ വിരുദ്ധവുമെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. അതേസമയം പോലീസ് വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടതിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ ജയിലിൽ തുടരുമെന്ന നിലപാടിലാണ് വാങ്ചുക്ക്. രാഗേഷ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഭാര്യ ഗീതാഞ്ജലി, സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജി പരിഗണിക്കുകയാണ്. വളരെ നിർണായകമായ ഒരു ഘട്ടം തന്നെയാണ്. എന്താണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം? ആര്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്ന് ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. പ്രത്യേകിച്ച് ലഡാക്കിലെ സംഘർഷങ്ങളുടെ ഉത്തരവാദി സോനം വാങ്ചുക്കാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കാരണം കഴിഞ്ഞ 10-ാം തീയതിയാണ് സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിക്കുന്നത്. എന്നാൽ 24-ാം തീയതി ആകുമ്പോൾ അത് വലിയ സംഘർഷത്തിലേക്ക് വഴിവെച്ചു. BJP ഓഫീസൊക്കെ തീയിടുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതിന് പിന്നാലെ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് ഉണ്ടായി. ദേശീയ സുരക്ഷാ നിയമം ചുമത്തി അദ്ദേഹത്തെ ജോധ്പൂരിലെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗീതാഞ്ജലി ആങ്മോ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, അടിയന്തരമായി മോചിപ്പിക്കണം. അദ്ദേഹത്തിന് ഈ കലാപത്തിലോ സംഘർഷങ്ങളിലോ ഒന്നും തന്നെ പങ്കില്ല. ഇതെല്ലാം തന്നെ ഗൂഢാലോചനയാണ്. ഈ ആരോപണങ്ങളെല്ലാം തന്നെ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, ആസൂത്രിതമായ ചില വ്യാജ പ്രചാരണങ്ങൾ സോനം വാങ്ചുക്കിനെതിരെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനയ്ക്കും പാകിസ്ഥാനുമൊക്കെ ആയി അദ്ദേഹത്തിന് ബന്ധമുണ്ട്, അതാണ് ഇത്തരം സംഘർഷത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ വാദങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് ആസൂത്രിതമായി നടക്കുന്നുണ്ട്. അതിലൊന്നും തന്നെ അടിസ്ഥാനമില്ല. മാത്രവുമല്ല, ലഡാക്കിന്റെ പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് സോനം വാങ്ചുക്കിനുള്ളത് എന്നുകൂടി ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും 10:30 ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത്. എന്തായിരിക്കും കോടതി പറയുക എന്ന് നിർണായകമാണ്. ഏതായാലും സോനം വാങ്ചുക്കിൻ്റെതായ ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അഭിഭാഷകൻ മുഖേനയാണ് ഈ കത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ജുഡീഷ്യൽ അന്വേഷണം വേണം. അതായത് 4 പേർ കൊല്ലപ്പെട്ടു. ആ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് സോനം വാങ്ചുക്ക് ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ ആ അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ ഇപ്പോൾ നിലവിലുള്ള ജോധ്പൂർ ജയിലിൽ തന്നെ തുടരും എന്നാണ് സോനം വാങ്ചുക്ക് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഒക്ടോബർ 6-ാം തീയതിയാണ് ചർച്ച നടക്കേണ്ടതാണ് സ്വാഭാവികമായും. പക്ഷേ ഈ സംഘർഷത്തിന് ഉണ്ടായതിനു ശേഷം ചർച്ച കുറച്ചുകൂടി നേരത്തെയാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ. പക്ഷേ ആ ചർച്ചയിൽ നിന്ന് ലഡാക്ക് അപ്പക്സ് ബോഡിയും ഒപ്പം തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ഒക്കെ തന്നെ പിന്മാറുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് സാധാരണ നിലയിലേക്ക് ആദ്യം ലഡാക്ക് മടങ്ങി വരട്ടെ എന്നാണ് അവർ അന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ സംഘടനകൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്, സോനം വാങ്ചുക്ക് ആവശ്യപ്പെട്ടതുപോലെ ജുഡീഷ്യൽ അന്വേഷണം, ഈ കൊലപാതകങ്ങൾ, വെടിവെപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന നിലപാടിലാണുള്ളത്. സർക്കാർ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് ചർച്ചയ്ക്ക് തയ്യാറാണ്. ഈ സംഘടനകൾക്ക് ഏത് സമയം വേണമെങ്കിലും കേന്ദ്രത്തെ സമീപിക്കാമെന്ന പ്രതികരണം കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആര്യ. രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.